ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. ഇത് അർണേഷ് വിധി, സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള അതിജീവിതയെ അധിക്ഷേപിച്ചു. സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങളിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു, അധിക്ഷേപിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി. അപ്പം 3 വകുപ്പുകളാണ് പുള്ളിയുടെ പേരിൽ പോലീസ് 3 വകുപ്പുകളിലാണ് കേസെടുത്തേക്കുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു, രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്ലീല ചുവയോടുകൂടിയുള്ള അതിജീവിതയെ അശ്ലീല ചുവയോടുകൂടി ഉള്ള രീതിയിൽ അതിജീവിതയ്ക്കെതിരെ സംസാരിച്ചു. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പം ഇവിടെ 2 പേർക്കെതിരെയാണ് കേസ് എടുത്തേക്കുന്നത്. ഒന്ന് സന്ദീപ് വാര്യറും അതുപോലെ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തേക്കുന്നതിൽ ഓക്കെ, കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ ഈ സന്ദീപ് വാര്യറിനെതിരെ എന്തിനാണ് കേസെടുത്തേക്കുന്നതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പം ഇതിൻ്റെയൊക്കെ പുറകിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് നല്ലോണം അറിയാം. ഇവിടെ രാഹുൽ ഈശ്വർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പുള്ളിയുടെ ചാനലിലൂടെ പുള്ളി ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല എവിടെയും, ഞാൻ ഫേസ്ബുക്കിനായിക്കോട്ടെ അതുപോലെ യൂട്യൂബ് വീഡിയോയിലായിക്കോട്ടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല ഒരു വീഡിയോക്കകത്തും. പക്ഷേ കല്യാണക്കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആരെ ഭാഗത്താണ് ഇത് ശരി തെറ്റെന്ന്, ഇപ്പം അതിജീവിത പറയുന്ന കാര്യങ്ങളാണോ ശരി, അല്ലെങ്കിൽ അതിജീവിതയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതുപോലെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവും ഈ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള തെളിവുകളും കൈമാറിയിട്ടുണ്ട്. അപ്പം ഇത് പോലീസ് കണ്ടുപിടിച്ച് കോടതി ഈ പറഞ്ഞിട്ടുള്ള ഈ കേസിനകത്ത് ആരാണ് കുറ്റക്കാരൻ എന്ന് തെളിയുന്നത് വരെ ഇതിനെതിരെ നമുക്ക് ഒരാളെ പക്ഷം നിന്നിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ട്രോമയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അത് ആ വോയിസിലൂടെ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പം ഇവിടെ ഈ പെൺകുട്ടിയെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിലും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുമുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു എന്നുള്ള പേരിലാണ് ഇപ്പം ഈ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തേക്കുന്നത്. പുള്ളിയുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ കോമഡി, ഇത് പോലീസ് ഈ രാഹുൽ ഈശ്വറിനെ പിടിക്കാൻ വരുന്ന സമയത്ത്, വീട്ടിൽ വരുന്ന സമയത്ത് അവിടെ നിന്നൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലൊരു പൊട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലൊരു പൊട്ടൻ്റെ വീഡിയോ ആണല്ലോ ഈ ജനങ്ങൾ കാണുന്നതെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. അതിലേക്ക് വരാം, അത് ഞാൻ പറയാം, അത് കാണിക്കാം. വീഡിയോ എന്നെ പോലീസ് പിടിക്കാൻ വന്നു, എൻ്റെ വീട്ടിൽ പോലീസ് പിടിക്കാൻ വന്നു പറഞ്ഞൊരു വീഡിയോ ഇട്ടല്ലോ. അപ്പം എല്ലാ മാധ്യമങ്ങളും എടുത്ത് അത് ട്രോളുന്നുണ്ട്, എല്ലാം എടുത്ത് നല്ല ട്രോളി കയറ്റി വയ്ക്കുന്നുണ്ട് രാഹുൽ ഈശ്വറിനെ. അപ്പോൾ ഇവിടെ ആണുങ്ങൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ ഈശ്വർ. പക്ഷേ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് ആ പുരുഷന്മാരുടെ ഭാഗത്ത് ശരിയുണ്ടോയെന്ന് കൂടി ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ അത് തെളിവുകൾ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഇവിടെ ഈ ഒരു പെൺകുട്ടിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് എന്തിനാ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായത് തന്നെയാണ്, അത് വേറെ കാര്യം. അപ്പം ആ കുട്ടി ഒരുപാട് ഡ്രോമയും കാര്യങ്ങളൊക്കെ ആയി പോയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതുപോലെ ഒരു അതിജീവിതയുടെ ഭാഗം നോക്കാതെ ഒരു പുരുഷന് ആ വേട്ടക്കാരൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിലൊന്നാണ് ഇപ്പം ഈ രാഹുൽ ഈശ്വർ ഇന്നലെ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, പുള്ളിയെ പോലീസ് കേസെടുക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ സന്ദീപ് വാര്യറിലേക്ക് വരുവാണെങ്കിൽ, പുള്ളി ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയെ പോലീസ് കേസെടുക്കേണ്ട കാര്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം പുള്ളി എവിടെയും ഈ അതിജീവിതമായിട്ടുള്ള പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല, ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടില്ല. ആകെ പുള്ളി ചെയ്ത തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് പോയി ഒരു ഫോട്ടോ എടുത്തു. ഇതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മളാരും കല്യാണത്തിന് പോയിട്ട് ഈ പറഞ്ഞിട്ടുള്ള വല്ല പാർട്ടിക്കാരോട് നിന്നിട്ടോ നേതാക്കന്മാരോട് നിന്നിട്ടോ MLA നിന്നിട്ടോ ആരും ഒരു കാരണവശാലും കല്യാണ ഫോട്ടോ ഇനി എന്ത് പ്രോഗ്രാമിൻ്റെ ഫോട്ടോയോ എടുത്ത് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും എന്നുള്ളൊരു തെളിവാണിത്. 1.5 കൊല്ലം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ഈ പറഞ്ഞിട്ടുള്ള
സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ, അതെടുത്ത് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അത് പുള്ളി ഇതൊക്കെ മുമ്പ് കൂട്ടി കണ്ടിട്ടാണോ അത് അന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള 1.5 വർഷം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോയാണ്. പുള്ളി വിചാരിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നു. അതിനുശേഷം ഇതൊരു വിവാദമായതിനു ശേഷം ഈ ഫോട്ടോ ആളുകൾ കുത്തിപ്പൊക്കി പ്രശ്നമാക്കിയതിന് ശേഷം അത് സന്ദീപ് വാര്യർ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. എന്നിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റ് ഇടുന്നുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെ ഇയാൾ തെറ്റുകാരനാവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഇയാൾ ഈ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തി ഇയാളുടെ ചാനലിലൂടെയോ അല്ലെങ്കിൽ ഇയാളുടെ പേജിലൂടെയോ ഒരിടത്തും വെളിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പം സന്ദീപ് വാര്യർക്കെതിരെയുള്ള ഈ ഒരു പരാതി, ഈ ഒരു പോലീസ് കേസെടുക്കുന്നതിൽ അതിനകത്ത് എനിക്ക് യോജിപ്പില്ല. അപ്പം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിനകത്ത് കുറിക്കുന്ന 1-2-3 പോസ്റ്റ് ഞാൻ കുറിച്ചേക്കുന്ന പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം. പരാതിക്കാരിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പരാമർശവും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെയ്യാൻ മാത്രം വിവേകശൂന്യനല്ല ഞാൻ. മാത്രമല്ല, വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് അത് സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ മാത്രം ബുദ്ധിശൂന്യനുമല്ല ഞാൻ. അതിൻ്റെ ടൈമിംഗ് ഒക്കെ സാങ്കേതിക വിദഗ്ധർക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ടൈം, അത് ഇട്ടേക്കുന്ന സമയവും ഡേറ്റൊക്കെ സാങ്കേതിക വിദഗ്ധർക്ക് പരിശോധിക്കാവുന്നേ ഉള്ളതാണ് പുള്ളി പറയുന്നത്. മാത്രമല്ല, അക്കാലയളവിൽ ഞാൻ പങ്കെടുത്ത മറ്റൊരാളുടെ വിവാഹ ഫോട്ടോയും ദുരുപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ഫോട്ടോയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആയതിനാൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്കെതിരെ ഒരു നിയമ പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ലക്ഷ്മി, പത്മ അടക്കമുള്ള ചിലർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ധാർമ്മികതയുടെ പേരിലാണ് അത് ചെയ്തത്. ഇവിടെ ആ ഫോട്ടോ പുള്ളി ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഒന്ന് ഞാൻ വായിക്കാം. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുത്തിട്ടുണ്ട്. ആ നടപടി പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്തതാണ്. ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും കർത്തവ്യം. അടുത്തൊരു പോസ്റ്റ് പുള്ളി ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരയുടെ ഐഡൻറ്റിറ്റി ആദ്യമായും അവസാനമായും വെളിപ്പെടുത്തിയ സംഘടനയുടെ പേരാണ് DYFI. DYFI ബ്ലോക്ക് പ്രസിഡന്റ് ഇക്കാര്യം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇരയെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന വീടിനു പരിസരത്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരയുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയം അടക്കം ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുന്ന നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. DYFI നേതാക്കൾക്ക് അയച്ചു തരാം. ഒരു പരാതി സ്വന്തം നേതാവിനെതിരെ കൊടുത്തേക്ക്. ഏത് ബ്ലോക്ക് എന്നോ ഏത് നേതാവെന്നോ പറയാത്തത് പരാതിക്കാരിയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം സന്ദീപ് വാര്യർ ഇട്ടേക്കുന്ന ഈ പോസ്റ്റിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയേക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള DYFI പ്രസിഡന്റ് നേതാവ് തന്നെയാണ്. അതും ഇരയുടെ വീടിൻ്റെ അടുത്ത് മൈക്ക് സെറ്റ് വെച്ച് കെട്ടി പ്രസംഗം നടത്തി ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള പരിപാടികളൊക്കെ ചെയ്തെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഇവർക്കെതിരെ കേസെടുത്തു, ഓക്കെ ശരി. പക്ഷെ എന്തുകൊണ്ട് അപ്പം ഇരയ്ക്കെതിരെ ഈ പറഞ്ഞിട്ടുള്ള ഇരയെ വെളിപ്പെടുത്തിയ ഇവർക്കെതിരെ കേസെടുക്കാത്തത്? അതും കൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതുമാത്രമല്ല, ഒരു 2-3 മാധ്യമങ്ങൾ വരെ ഈ പറഞ്ഞിട്ടുള്ള മാപ്പറകളായിട്ടുള്ള ചാനലുകളുണ്ടല്ലോ, അവർ വരെ ഈ ഇരയുടെ ഐഡൻറ്റിറ്റി വെളിവാകുന്നത് വരെ ഇതിനെതിരെ ഇങ്ങനെ നിരന്തരം ഓരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ടേ വന്നുകൊണ്ടിരുന്നു. അടുത്ത സന്ദീപ് വാര്യർ ഇട്ടേക്കുന്ന പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത കള്ളക്കേസാണ് രാഷ്ട്രീയ പ്രേരിതമായി എടുത്തിരിക്കുന്നത്. ഒരിക്കൽ പോലും പരാതിക്കാരിയുടെ ഐഡൻറ്റിറ്റി ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. 1 വർഷം മുമ്പ് വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ അക്കാലത്ത് ഇട്ട ഫോട്ടോ മറ്റു ചിലർ ദുരുപയോഗിച്ചതിൻ്റെ പേരിൽ എനിക്കെതിരെ എടുത്ത കള്ളക്കേസിനെ നിയമപരമായി നേരിടും. നീതിക്ക് വേണ്ടി ഇന്ന് തന്നെ
നീതിന്യായ പീഠത്തെ സമീപിക്കും. ശബരിമല സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള മൂന്നാം കിട തന്ത്രമാണ് പിണറായി സർക്കാർ നടത്തുന്നത്. അപ്രഖ്യാപിത സർസംഘചാലയ്ക്ക് പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് ഇത് കൊണ്ടൊന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് സന്ദീപ് വാര്യർ ഇട്ടേക്കുന്നത്. കാരണം ഈ സന്ദീപ് വാര്യനെതിരെയുള്ള കേസിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം പുള്ളി ഈ ഒരു ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊന്നും പുള്ളി വെളിപ്പെടുത്തിയിട്ടുമില്ല. പക്ഷേ ഈ രാഹുൽ ഈശ്വർ പുള്ളി ഈ പറഞ്ഞിട്ടുള്ള വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വീഡിയോ അടിച്ചിറക്കി ഇട്ടുകൊണ്ടിരിക്കുന്നതും പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കല്യാണക്കാരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു പുരുഷന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് കടന്ന് സംസാരിക്കുന്നതിലോടും എനിക്ക് യോജിപ്പില്ല. കാരണം ഇപ്പം ഈ പുരുഷന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നത് മറ്റേ സവാദിൻ്റെ പെണ്ണുപിടിയൻ സവാദ് ഉണ്ടല്ലോ. അവൻ ഇപ്പം അവനെ എത്ര വട്ടം പോലീസ് പിടിച്ചു, ഇപ്പോഴും അവൻ ഇറങ്ങി ഈ പറഞ്ഞിട്ടുള്ള ബസ്സിനകത്ത് കയറി അതിക്രമങ്ങൾ കാണിക്കാൻ വേണ്ടി ഇപ്പോഴും അവൻ ഇറങ്ങി നടപ്പുണ്ട്. അപ്പോൾ എനിക്ക് അത് വേണം, പുരുഷന്മാരിലും ഇങ്ങനെ കുറേ ആൾക്കാർ ഉണ്ട്, അതാദ്യം മനസ്സിലാക്കുക. ഇവിടെ സത്യം എന്തെന്ന് തെളിയുന്നത് വരെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആ പെൺകുട്ടിയെ അനുഭവിച്ച് കഴിഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും നല്ല രീതിയിലുള്ളൊരു ഡ്രോമയും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പം വേട്ടക്കാരൻ്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെ നിരന്തരം ഇരയെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് അത് ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൂടെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് മുമ്പക്കൂട്ടി ചിന്തിക്കണമായിരുന്നു. രാഹുൽ ഈശ്വറിനെ പോലീസ് പിടിക്കാൻ വന്ന സമയത്തുള്ള ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. പുള്ളി ഇതുപോലൊരു പൊട്ടൻ വേറൊരു പൊട്ടനില്ല. അപ്പോൾ ഈ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ പോലീസ് എടുക്കാൻ പറയുന്ന സമയത്ത് ലാപ്ടോപ്പ് ടെക്നോ പാർക്കിൽ ഇരിക്കുവാണ്. അപ്പം പോലീസ് അവിടെ ഇരിക്കുവാണെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അത് ഇന്ന് ക്ലോസ് ആണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ വീഡിയോ ഓണാക്കി വെച്ചുകൊണ്ട് തന്നെ ഈ രാഹുൽ ഈശ്വർ അകത്ത് ചെന്നിട്ട് ലാപ്ടോപ്പ് എടുത്ത് മാറ്റി വയ്ക്കാനും പറയുന്നുണ്ട്. ലാപ്ടോപ്പ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കൊടുക്കുന്നില്ലെന്നൊക്കെയുള്ള രീതിയിലാണ് ഈ വീഡിയോയിലും പറയുന്നത്. എന്നിട്ട് ആ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഇതുപോലൊരു പൊട്ടൻ. എന്നിട്ട് പോലീസ് എന്തായാലും അത് വെറുതെ ഇരിക്കുമോ, പോലീസ് വീട്ടിൽ വന്ന് സാധനം ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കൂടെ ഞാനിവിടെ വയ്ക്കാം. ഇതുപോലെ എന്തൊരു പൊട്ടനാണ് ഇതൊക്കെ. അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ, എന്റെ അഡ്വക്കേറ്റ് വല്ലതും വിളിക്കണോ? അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ശരി. ഇറങ്ങി ലാപ്ടോപ്പ് ഓഫീസിലാണ്, ടെക്നോ പാർക്ക്. ഇന്ന് അടപ്പാ ഇന്ന്. ശരി സാർ. ഹലോ, ഞാൻ എന്തായാലും പോലീസുകാര് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഇതെന്തറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് ഭയങ്കര കോമഡിയായി പോയി. ഞാൻ കണ്ട് എനിക്ക് ചിരിച്ച് എനിക്ക് ഊപ്പാട്, എന്നാൽ ആ രീതിയിലുള്ളൊരു കോമഡി ആയിപ്പോയി. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ലാപ്ടോപ്പ് ഇവിടെ ഇല്ലെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഓണാക്കി വെച്ചിട്ട് തന്നെ അത് പുള്ളിക്കാരൻ മണ്ടെന്ന് പറയുന്ന കാര്യം തന്നെ പറയാൻ കാരണം തന്നെ പുള്ളിക്കാരന് അത് അപ്ലോഡ് ചെയ്യാതിരിക്കാം അല്ലേ? അത് അപ്ലോഡ് ചെയ്യാതിരിക്കാം. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി ഈ പറഞ്ഞിട്ടുള്ള തെളിവുകൾ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷിക്കുന്ന ഉപകരണങ്ങൾ, അത് ഈ വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്ന, അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണ ഡിവൈസ്, ഈ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, എൻ്റെ മൊബൈൽ ആയിക്കോട്ടെ, എൻ്റെ ഇല്ലെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ തന്നെ പറയാണ് എൻ്റെ ഉണ്ട്, ഞാൻ എടുത്ത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞ ലോക പൊട്ട. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിഷയത്തിൽ ഞാൻ ആരെ കൂടെ നിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവർ രണ്ടിൻ്റെ കൂടെ നിൽക്കത്തില്ല. കാരണം രണ്ടുപേരുടെ ഭാഗത്തും എൻ്റെ ഒരു അഭിപ്രായത്തിൽ തെറ്റുണ്ട്. പിന്നെ നമ്മുടെ നിയമം, നമ്മുടെ കോടതിയൊക്കെ ഉണ്ടല്ലോ, അവർ കണ്ടുപിടിക്കട്ടെ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുമോ. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ ഈശ്വറിൻ്റെ കൂടെയാണോ അതോ
രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണോ അതിജീവിതയുടെ കൂടെയാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.